ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ സഭയുടെ നിക്ഷേപത്തിൽ നിന്ന്, സഭയുടെ പുണ്യ നിക്ഷേപത്തിൽ നിന്ന്. എന്താണ് പാപം? നമ്മുടെ ജീവിതത്തിൽ വന്ന കൽപ്പന ലംഘനങ്ങൾ, നിയമനിഷേധങ്ങൾ, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ആ അസ്വസ്ഥതകൾ, ആ ഡിസോർഡർ, ആ ക്രമരാഹിത്യത്തിന് ആരുടെയോ പുണ്യ ജീവിതത്തിൻ്റെ ഒരു നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് സഭ എടുത്ത് തരികയാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ വലിയ യോഗ്യതയിൽ നിന്ന്, പിന്നെ അതിനോട് സഹകരിച്ച പരിശുദ്ധാമ്മയുടെ, വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെ, പിതാക്കന്മാരുടെ, അവരുടെ പുണ്യ ജീവിതത്തിൻ്റെ നിക്ഷേപം അത് സഭയിൽ കിടപ്പുണ്ട്. ആ സഭാ നിക്ഷേപത്തിൽ നിന്ന് സഭ എടുത്ത് തരുന്നതിൻ്റെ പേരാണ് ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം എങ്ങനൊക്കെ കിട്ടുമെങ്കിലും പ്രാപിച്ചാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ നോക്കി നിൽക്കെ കെട്ടഴിയുന്നത് കാണാം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇഷ്ടംപോലെ ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. ഞാനൊരു സ്ഥലത്ത് വികാരിച്ചനായിട്ടിരിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത ഇടവകയിൽ ചെല്ലുമ്പോൾ ആ ഇടവകയിൽ വികാരിച്ചൻ എന്നോട് പറയുകയാണ്, എനിക്ക് കല്യാണം നടത്തി ഇരിക്കാനും നിൽക്കാനും സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു അതെന്തോ കല്യാണം, കൂട്ടക്കല്യാണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും കല്യാണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു കണക്ക് കൂട്ടി. എല്ലാം ഒന്നും നമ്മൾ പറയില്ലല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാതെ വിഴുങ്ങും. പണ്ടൊരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വയറിങ്ങനെ വലുതായത് പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്നത് പറയാതെ വിഴുങ്ങിയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിഴുങ്ങി വലുതായൊരു വയറ് എനിക്കുമുണ്ട്. അപ്പോൾ ഒത്തിരി വിഴുങ്ങിയതാണ്, പലതും പറയില്ല, വിഴുങ്ങും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിഴുങ്ങി എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. അതായത് ഞാൻ വിചാരിക്കുകയാണ്, ഈ പള്ളിയിലെ ആളുകളുടെ എണ്ണവും എൻ്റെ പള്ളിയിലെ ആളുകളുടെ എണ്ണവും ഏതാണ്ട് ഒരുപോലാണ്. എൻ്റെ പള്ളിയിൽ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി. ഈ പള്ളിയിൽ എന്നും കല്യാണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ഞാൻ അപ്പം ചിന്തിക്കുകയാണ്. ഞാൻ അവിടെ പള്ളിയിൽ ചെന്നിട്ട് ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, എല്ലാം 28, 30, 35, 38, 39, 40, 42 യുവമാർക്കൊന്നും കെട്ടണ്ട. അപ്പം ഞാൻ ചോദിച്ചു, മാനവും മര്യാദയില്ലേ? അപ്പുറത്തെ അച്ഛൻ കിടന്ന് നിഗളിക്കുകയാണ്. എന്താ കാര്യം? എല്ലാ ദിവസവും കല്യാണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ലേ? എടാ, ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഏത് ഒരുക്കമില്ലാത്തവനും എങ്ങനെ നടക്കുന്നവനും കെട്ടാം. ഈ നാട്ടിൽ കല്യാണം കഴിക്കാം, അതിന് പ്രത്യേകിച്ച് പരിശീലനമൊന്നുമില്ല. അതുകൊണ്ട് എന്താ കെട്ടാത്തത്? അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛൻ്റെ ഓളി ഇച്ചിരി കൂടുതലാണ്, റേഡിയോയുടെ ഓളിയും കുറയ്ക്ക്, നാണക്കേടാണ്, പതുക്കെ പറ. ഞാൻ പറഞ്ഞ എന്താ കാര്യം? എൻ്റെ അച്ഛോ അതിലെ ഒരുത്തം പറയുകയാണ്, ഞാനൊരു 10-36 പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും എനിക്കിഷ്ടമായിരുന്നു, എല്ലാവരെയും വേണമെങ്കിൽ ഒരുമിച്ച് കെട്ടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും തന്നെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായം. പെണ്ണ് കാണൽ, ചെറുക്കം കാണലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ഒന്നിൻ്റെ കല്യാണം നടക്കുന്നില്ല. അതായത് അങ്ങനൊരു കെട്ട് കിടക്കുകയാണ് അവിടെ, കല്യാണം നടക്കുന്നില്ല. ഇതിന് കാരണമുണ്ട്, ചുമ്മാ ഒന്നുമല്ല. ആവുന്ന കാലത്ത് നല്ലപോലെ അച്ഛന്മാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കൂട്ടരാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നാ ചെയ്യാൻ പറ്റും? യുവമാരുടെ മറ്റേ അച്ഛൻ്റെ അഹങ്കാരം ഇച്ചിരി കുറയും വേണം, യുവമാർ കെട്ടുകയും വേണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം അവിടെയാണ്. അതായത് ഒരു കെട്ടഴിയാൻ ദണ്ഡവിമോചനമുണ്ട്. ദണ്ഡവിമോചന സഭ തരുന്നുണ്ട്. അത് നമ്മളിനി വെറുതെ തലകുത്തി മറിഞ്ഞ് അഭ്യാസമൊന്നും കാണിച്ചില്ലെങ്കിലും തിരുസഭ ഇങ്ങനെ വാരിക്കോരി ദണ്ഡവിമോചനം തരുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദണ്ഡവിമോചനത്തിന് ഉള്ള ഒരു മാർഗമാണ്, ഞാനെല്ലാം പറയാം, പെട്ടെന്ന് പറയാം എല്ലാം. ഒരു മാർഗമാണ് ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി. എല്ലാം ശ്രദ്ധിക്കണം, എല്ലാ ദണ്ഡവിമോചനത്തിൻ്റെയും ഒരുക്കം ഇങ്ങനെയാണ്. കുമ്പസാരിച്ച് കൃപയിലായിരിക്കണം. കുമ്പസാരത്തിന് ശേഷമേ ദണ്ഡവിമോചനം കിട്ടൂ. കുമ്പസാരിച്ച് കൃപയിലായിരിക്കണം. അപ്പോൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന, ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി 30 ദിവസം, അന്ന് കിട്ടിയ പ്രചോദനമാണത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളോട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 30 ദിവസം മുടങ്ങാതെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ദേവാലയത്തിൽ വന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു തൃത്വസ്തുതിയും ചൊല്ലിയാൽ ഒരു ദണ്ഡവിമോചനമായി. ഈ വിഷയം അങ്ങോട്ട് സമർപ്പിച്ചിട്ട്, കർത്താവെ 30 ദിവസം, ഞാൻ പള്ളി പറയുകയാണ്, മക്കളെ
കെട്ടാതെ നിൽക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ അത്രയും നേരം അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഉറങ്ങിയവരും എല്ലാം എഴുന്നേറ്റ്. ഇതൊരു മേജർ വിഷയമാണ് എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റ് ശ്രദ്ധിച്ചു. അപ്പം ഞാൻ പറയുകയാണ്, ഈശോ എന്നോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ജാഗ്രതയായി. ഈശോ എന്നോട് പറയുകയാണ്, 30 ദിവസം മുടങ്ങാതെ കുരിശന്റെ വഴി പ്രാർത്ഥന ദേവാലയത്തിൽ വന്ന് ചൊല്ലിയിട്ട് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം സ്വർഗസ്ഥനാപിതാവേയും നന്മ നിറഞ്ഞ മറിയവും തൃത്വസ്തുതിയും ചൊല്ലിയാൽ, കുമ്പസാരത്തിന് ശേഷമാണ്, ഇവിടെ സകല എണ്ണത്തിൻ്റെയും കല്യാണം നടക്കുമെന്ന് കർത്താവിതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തു സന്തോഷമായെന്നറിയോ ജനത്തിന്. പിറ്റേ ദിവസം മുതൽ ആളുകൾ വൈകുന്നേരം വന്ന്, ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അങ്ങോട്ട്, കാരണം എനിക്ക് കെട്ടണ്ടല്ലോ. ഞാൻ തിരിഞ്ഞു പോലും അങ്ങോട്ട് നോക്കിയിട്ടില്ല. ഇത് ഔദ്യോഗികമായിട്ട് എൻ്റെ ഇനാഗുറേഷൻ നടത്താനോ സമാപനം നടത്താനോ സമാപന ആശീർവാദം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇവന്മാർ തന്നെ വരും, അല്ലെ ഇവരുടെ മാതാപിതാക്കൾ വരും, സഹോദരന്മാരും എല്ലാം വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരിക്കലും പള്ളി കയറാത്തവ മുതൽ എല്ലാവരും കുരിശിൻ്റെ വഴിയോടെ കുരിശിൻ്റെ വഴി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് 30 ദിവസത്തെ കുരിശിൻ്റെ വഴി കഴിഞ്ഞു. ഒരു ജൂൺ മാസം 1-ാം തീയതി മുതൽ അതിൻ്റെ അവസാനത്തെ ദിവസം വരെയാണ് ഈ കുരിശിൻ്റെ വഴി നടക്കുന്നത്. ആ വർഷത്തെ ഡിസംബർ മാസം 27-ാം തീയതിയാണ് അതിലെ അവസാനത്തവൻ്റെ കല്യാണം നടക്കുന്നത്. ആ വർഷം സകല എണ്ണത്തിൻ്റെയും കല്യാണം നടന്നു. ഒരൊറ്റ എണ്ണം, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരൊറ്റ എണ്ണം കെട്ടാതെ അവിടെ നിൽപ്പില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കെട്ടുക മാത്രമല്ല, പിള്ളേരൊക്കെ നല്ല ചെറപറ എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്.